അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് അനദർ വീഡിയോ വിത്ത് എ ഫുൾ ഡേ, ബാക്ക് ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ പ്രീ വർക്കൗട്ടായിട്ട് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഒരു 300 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുക്കുന്നത്. അത് കഴിച്ച് അതാണ് നമ്മളെ പ്രീ വർക്കൗട്ട്. അത് കഴിച്ച് നമ്മൾ നേരെ ജിമ്മിലേക്ക്. ഇതിൽ മുട്ടയും കൂടി ഉണ്ട്, 3 ഹോളൊക്കെ ഉണ്ട്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് നല്ല ഉറക്കമുണ്ട് മുഖത്ത്. അപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് എത്തി. ഫസ്റ്റ് നമ്മളെ വാമപ്പ് കുറേ വാമപ്പ് ഉണ്ട്. നമ്മളെ നടുവിനും എല്ലാം, ഷോൾഡർ, നെക്ക്, ഇങ്ങനത്തെ കുറേ വാമപ്പുണ്ട്. ഞാൻ കുറച്ച് വാമപ്പ് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നില്ലോ. വീഡിയോ ഒത്തിരി ലോങ് ആക്കാതെ ലേഗ് അടുപ്പിക്കാതെ തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ വാമപ്പൊക്കെ ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഉള്ളത് പുള്ളപ്പാണ്. ഒരു വാമപ്പ് സെറ്റും നമ്മൾ വെയ്റ്റഡ് പുള്ളപ്പാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഒരു വാമപ്പ് സെറ്റായിട്ട് ഒരു സെറ്റ് പുള്ളപ്പ്. അപ്പോൾ പുള്ളപ്പ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി കൺട്രോൾ ചെയ്ത് ഫുൾ സ്ട്രെച്ചിൽ വേണം പുള്ളപ്പ് ചെയ്യാൻ. അവിടെ മേലെ ചെന്നൊരു ഹോൾഡ് ചെയ്യുക, എന്നിട്ട് താഴോട്ട് പരമാവധി സ്ട്രെച്ച് ചെയ്ത് മാക്സിമം കൺട്രോൾ ചെയ്ത് വരിക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സെറ്റ് ഇതൊരു വാമപ്പ് സെറ്റാണ്. ഫ്രീ ബോഡി വെയ്റ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കുള്ളത് വെയ്റ്റഡ് പുള്ളപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് നേരെ വെയ്റ്റഡ് പുള്ളപ്പ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വാമപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ 10 kg വെയിറ്റ് വെച്ചാണ് പുള്ളപ്പ് ചെയ്യുന്നത്. നമ്മളെ മാക്സിമം റെപ്പ് അതാണ്. ഒരു വാമപ്പ് സെറ്റും 2 വർക്കിംഗ് ആണ് നമ്മളെ ഈ സെറ്റിൽ. ഫസ്റ്റ് ഫ്രീ ബോഡി വെയ്റ്റിൽ, പിന്നെ വെയ്റ്റഡ്. അപ്പോൾ നമ്മൾ 10 kg വെച്ച് മാക്സിമം പറ്റുന്നത്ര കൗണ്ട് ചെയ്യുക. പിന്നെ അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ കൂട്ടി കൊണ്ടുപോവുക. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഡയറ്റിലും കാര്യത്തിലും നമ്മൾ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. ബാക്കിനൊരു 3 വർക്കൗട്ട്, പിന്നെ ഒരു റിയർ ഡെൽറ്റ്, ഒരു ട്രാപ്സ്, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡയറ്റിലല്ല. അപ്പോൾ ഇത് ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഡയറ്റിലൊന്നല്ലാതെ നോർമലി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കിത് വെരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളെ സെക്കൻഡ് ഗെയിം ക്ലോസ് ഗ്രിപ്പിൽ ലാറ്റ് പുൾ ഡൗൺസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റത്തെ ഒരു വാമപ്പ് സെറ്റും 2 വർക്കിംഗ് സെറ്റും. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മളെ പുള്ളപ്പിന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന് ഫോളോ ചെയ്യണം. മാക്സിമം കൺട്രോൾഡ് ആൻഡ് സ്ട്രെച്ച്, ഫുൾ കൺട്രോളും ചെയ്യണം, സ്ട്രെച്ച് ഫുള്ള് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് വെയിറ്റ് നമ്മൾ എടുത്ത് പുള്ള് ചെയ്തതിന് ശേഷം മേലോട്ട് പോകുമ്പോൾ പരമാവധി സ്ട്രെച്ച് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിതിൽ അധികം വെയിറ്റ് യൂസ് ചെയ്യുന്നില്ല. പരമാവധി ഒരു 12 reps വാമപ്പായിട്ട് ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് സെറ്റിലാണ് നമ്മളെ മാക്സ് വെയിറ്റ് വെച്ച് 2 സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് വാമപ്പ് പോലെ ഒരു സെറ്റ്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് സെറ്റ് വർക്കിംഗ് സെറ്റിൽ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ആഡ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് സെറ്റ്, അതായത് നമ്മൾ നേരത്തെ ഇട്ട വെയിറ്റിനേക്കാളും ഒരെണ്ണം കൂട്ടി
ആണ് ഈ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം കൺട്രോൾ ചെയ്യുക, അതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. മാക്സിമം കൺട്രോൾ ആൻഡ് സ്ട്രെച്ച്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് സെറ്റാണ്. ഇപ്പോൾ നമ്മളെ ലാറ്റ് പുൾ ഡൗൺ വർക്കൗട്ടും കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ നമ്മളെ ബാർബൽ റോ, നമ്മളത് ഇപ്പോൾ നമ്മൾ ലാറ്റ്സിന് വേണ്ടി 2 വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്പർ ബാക്കിന് കൂടെ ഒരു വർക്കൗട്ട് ചെയ്ത് ബാക്ക് വർക്കൗട്ട് നിർത്താം. അപ്പോൾ അത് കഴിഞ്ഞ് റിയർ ഡെൽറ്റ്. അപ്പോൾ നമ്മൾ ബാർബൽ റോന് വേണ്ടിയിട്ട് സ്മിത്ത് മെഷീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് 10 kg വെച്ച് ഒരു സെറ്റ്, അതിന് ശേഷമാണ് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ആഡ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഒരു വാമപ്പ് സെറ്റ് പോലെ പരമാവധി കൺട്രോൾ ചെയ്യുക. ഫസ്റ്റ് വാമപ്പ് സെറ്റ് പോലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അപ്പർ ബാക്കിൽ ലോക്ക് ചെയ്ത് ഫുൾ താഴോട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുക. അപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച, കുറേ തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാനോ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാനോ എനിക്ക് പറ്റിയില്ല. വീഡിയോ എടുത്ത് വെച്ച് അവിടെ വെച്ചെടുത്ത് തന്നെ ആയിപ്പോയി. അപ്പോൾ ഈ പരമാവധി ഞാൻ സ്പീഡാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പല വർക്കൗട്ട് വ്ളോഗ് മാത്രമായിരിക്കില്ല, ഇപ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീൻസ് ആയിക്കോട്ടെ, അങ്ങനെ പലതും ആയിരിക്കും. നമുക്ക് ഒരു ഡേ നടന്ന കാര്യങ്ങൾ ഫുള്ള് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വർക്കിംഗ് സെറ്റിൽ നമ്മൾ ഈ സൈഡ് 15 kg, അതായത് 15 kg ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് മാക്സിമം റെപ്പ് 8 to 12 reps ആണ് എൻ്റെ ഒരു കൗണ്ട്. അതായത് നമ്മൾ ഓവറായിട്ട് 15 റെപ്പൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന വെയിറ്റ് ഇട്ടിട്ട് പരമാവധി ചെയ്യുക. ഇപ്പോൾ ബാക്ക് ബൈസെപ്സ് ചെയ്യുന്നവരുണ്ടാവും, ചെസ്റ്റ് ബാക്ക്, അങ്ങനെ പല സ്പ്ലിറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഞാനിപ്പോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ബാക്ക് മാത്രമാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളപ്പ് നമ്മൾ കഴിഞ്ഞു, ലാറ്റ്സ് പുൾ ഡൗൺ കഴിഞ്ഞു. അപ്പോൾ ബാർബൽ റോ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ഒരു ലാറ്റ്സ് വർക്കൗട്ടും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റിയർ ഡെൽറ്റ് ചെയ്യും, ട്രാപ്സ് ചെയ്യും. അപ്പോൾ ലോവർ ബാക്ക് കൂടി ഉണ്ട്. അപ്പോൾ ലോവർ ബാക്ക് നമുക്കിപ്പം ചെയ്യാൻ ടൈമില്ല. ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ജിമ്മിലെത്തിയത് മോർണിംഗ്. അപ്പോൾ അത് വൈകുന്നേരം ചെയ്യും. വൈകുന്നേരം എന്തായാലും എനിക്ക് ജിമ്മിലേക്ക് വരണം. അപ്പോൾ ഈവനിങ് കുറച്ച് പേർക്ക് വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സ്ഥിരം വരാറുണ്ട് ഈവനിങ് പറ്റുമ്പോൾ ഒക്കെ. അപ്പോൾ ഇന്നെന്തായാലും വരണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചെയ്യാം. അതിൻ്റെ വീഡിയോ ഇതിലുണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ അടുത്ത വർക്കൗട്ട് പുൾ ഓവറാണ്. നമ്മളെ ലാറ്റ്സിന് ലാസ്റ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ ഫുള്ളൊരു സ്ട്രെച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ പരമാവധി കൺട്രോൾ ചെയ്യുക എല്ലാ വർക്കൗട്ടും. ഇതിപ്പോൾ എല്ലാ വർക്കൗട്ടിലും ഇതാണ്, പരമാവധി കൺട്രോൾ ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എടുക്കുക, കൺട്രോൾ ചെയ്ത് ചെയ്യുക. ഇത് നമ്മളെ ഫസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് 3 സെറ്റാണല്ലേ, 3ഉം ഒരേ വെയിറ്റിൽ ചെയ്യും. ഓരോ വെയിറ്റിൽ നമ്മൾ വെയിറ്റ് കൂട്ടി റെപ്പ് കൗണ്ട് കുറക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള വർക്കൗട്ട് ടിപ്സും വർക്കൗട്ട് വീഡിയോസും ഒക്കെ ഇനിയും വരും. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ മേ ബി വർക്കൗട്ട് വീഡിയോസ് തന്നെ ആയിരിക്കാം. ഞാൻ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യും.
എന്ത് വീഡിയോ ആണ് വരുന്നതെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം. ഇപ്പോൾ ജിമ്മിൽ പോയി പല ആൾക്കാരും പല വർക്കൗട്ടും സ്കിപ്പ് ചെയ്ത് പോവുക. അവരോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ ജിമ്മിലെ ട്രെയിനർക്ക് വേണ്ടിയോ അവിടെ പുറത്തുകൂടെ നടക്കുന്നവർക്ക് വേണ്ടിയോ അല്ല. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ മടിയും കാണിച്ച് ജിമ്മിൽ വന്ന് ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപാട് വീട്ടിലേക്ക് പോവുക ബാഗ് എടുത്ത്. ഞാൻ കാണുന്നത് പല ആൾക്കാരെയും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക. നിങ്ങൾക്ക് പണിയെടുത്താൽ നിങ്ങൾക്ക് തന്നെയാണ് റിസൾട്ട് കിട്ടുക. ഞാൻ ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റേതായ ടൈം എടുക്കും. നമുക്കിപ്പോൾ ഒരാഴ്ച കൊണ്ട് മനസ്സിലൊന്നും വരുത്താൻ കഴിയില്ല. അതിൻ്റേതായ നല്ല ടൈം എടുക്കും. നമ്മൾ അതിനു വേണ്ടി നല്ല പോലെ ഹാർഡ് വർക്കും ചെയ്യണം, നല്ലോണം വെയിറ്റും ചെയ്യണം. ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഡിസിപ്ലിനും ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നും നടക്കാൻ പോകില്ല. ജിമ്മിൽ വെറുതെ വന്ന് വർക്കൗട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഓവറായി അങ്ങ് പറഞ്ഞ് അലമ്പാക്കുന്നില്ല. അപ്പോൾ നമ്മളെ റിയർ ഡെൽറ്റ് വർക്കൗട്ടാണ്, ഡംബൽ ഫ്ലൈ ആണ് റിവേഴ്സ്. അപ്പോൾ നമ്മളിത് 2 സെറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു വർക്കിംഗ് സെറ്റും ഒരു ഡ്രോപ്പ് സെറ്റും. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. വർക്കൗട്ട് ചെയ്യാൻ വന്ന് ചുമ്മാ വർക്കൗട്ട് ചെയ്യാതെ തിരിച്ചു പോവാതെ സ്വന്തം വേണമെങ്കിൽ, ഞാൻ നിർബന്ധിക്കില്ല, വേണമെങ്കിൽ പണിയെടുക്കുക, റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പണിയെടുക്കുക, പരമാവധി പണിയെടുക്കുക. വെറുതെ ആഗ്രഹം മനസ്സിൽ വെച്ചേക്കാതെ നമുക്ക് പറ്റുന്നത്ര പണിയെടുക്കുക. പക്ഷേ എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ, ഞാൻ പഠിക്കുന്നതാണ്, എനിക്ക് എത്ര കാലം ഇത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ ജിമ്മ്. ഞാൻ എന്തായാലും ഫുൾ ഫോക്കസ് ജിമ്മിലേക്കൊന്നല്ല. എന്തായാലും നമുക്ക് പഠിക്കണമല്ലോ, കരിയറും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഈ ജിമ്മിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല, അത് നല്ലതാണ്. അപ്പോൾ ഇതും നല്ല മോശം ഫീൽഡാണെന്നല്ല ഞാൻ പറയുന്നത്, ഇത് നല്ല ഫീൽഡാണ്. ഓരോരോളെ പാഷൻ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ജിമ്മ് പാഷനായിട്ട് ഉണ്ടാവുക, നമുക്ക് വേറെ പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലത് ചെയ്യാം, അല്ലാതെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പുഷ് ചെയ്യാൻ പാടില്ല. ഇഷ്ടമില്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വർക്കൗട്ടാണിത്. ഞാൻ പറഞ്ഞ് ഓവറാക്കുന്നില്ല. നമ്മളെ ലാസ്റ്റ് വർക്കൗട്ട് ട്രാപ്സിന് ഒരു സൂപ്പർ സെറ്റാണ്. അപ്പോൾ ഈ സൂപ്പർ സെറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് നിന്ന് ചെയ്യും, തിരിഞ്ഞും ഒരു സെറ്റ്, അങ്ങനെ ഒരു സെറ്റ്, അങ്ങനെ 3 സെറ്റാണ്, 3 or 2 സെറ്റ് അങ്ങനെ മാക്സിമം വേണ്ടു. നമ്മളിപ്പോൾ ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് 2 സെറ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ടൈം വളരെ കുറവാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ടൈം ഇല്ല. അപ്പോൾ നമുക്ക് ഫുള്ള് ലെങ്ത്തിൽ ഒരു വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കുറേ ടൈം എടുക്കുന്നു, കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വർക്കൗട്ടാണിത്, നമ്മളെ ട്രാപ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സൂപ്പർ സെറ്റ്. നമ്മൾ 2 സെറ്റ് ആഡ് ചെയ്യുന്നുള്ളൂ ഇതിൽ. അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് 2 സെറ്റ്. സൂപ്പർ സെറ്റ് ആയതുകൊണ്ട് 2 സെറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് നടുവിന് പ്രശ്നമില്ലാണ്ടല്ല, ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ വെയിറ്റ് അത്യാവശ്യം നല്ലോണം ലോഡ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ബെൽറ്റ് ഇടുന്നത്. ബെൽറ്റ് ഇടുന്നത് നല്ലതാണ്. എല്ലാവരും ഹെവി വെയിറ്റ് ഇടുമ്പോൾ, ഹെവി വെയിറ്റ് സ്ക്വാട്ട് ആയിക്കോട്ടെ, അല്ലാതെ ഇങ്ങനത്തെ ട്രാപ്സ്, ഇങ്ങനത്തെ വർക്കൗട്ടാണെങ്കിലും കുഴപ്പമില്ല, സ്ക്വാട്ട് ആയിക്കോട്ടെ, ലെഗിന്, അങ്ങനെ ഡെഡ് ലിഫ്റ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ഹെവി ലോഡ് ചെയ്യുമ്പോൾ ബെൽറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഹെവി പുഷ് മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ റിസ്റ്റ് ബാൻഡും നമ്മൾ യൂസ് ചെയ്യുക. നമ്മളെ സേഫ്റ്റി എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഫുൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നമ്മളെ ബോഡി മസിൽ ബ്രേക്ക് ചെയ്യും പോലെ ബോഡിയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇഞ്ചുറി ആയി.
എല്ലാം അവിടെ തീർന്നു. അപ്പോൾ നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പമ്പ് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ലിഫ്റ്റിംഗ്.